ഹലോ! പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്ടോ. ഇന്നൊരു കപ്പ ബിരിയാണി ആയാലോ? ബീഫ് അല്ല ട്ടോ, ചിക്കൻ വെച്ചിട്ടാണ്. നമുക്ക് ബീഫ് 2, 3 വട്ടം പണി കിട്ടിയോട് കൂടിയിട്ട് നമ്മൾ പിന്നെ ബീഫ് ഇല്ല ട്ടോ. ചിക്കനാണ്. ചിക്കൻ വെച്ചിട്ട് കപ്പ ബിരിയാണി. അപ്പോൾ ആ കപ്പ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ കപ്പ ഏകദേശം തീരുമാനമായി ട്ടോ. നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ആ ചെറിയ ഉള്ളി ട്ടോ. ഇതൊന്ന് ചതച്ചെടുക്കാം ട്ടോ. ചിക്കനിലേക്ക് ആവശ്യമുള്ള പച്ചമുളക്, തക്കാളി ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ട്ടോ. നേരത്തെ അരിഞ്ഞുള്ള സവാളയാണ്. അതിലേക്ക് ഓരോ ഐറ്റംസ് നമുക്ക് ഇട്ട് കൊടുക്കാം ട്ടോ. കപ്പ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി ആയി ട്ടോ. അതിലേക്ക് നമ്മുടെ കപ്പ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ഉടച്ചെടുക്കണം കേട്ടോ. അതാണ് കപ്പ ബിരിയാണി. നമ്മൾ ബീഫല്ല, ബീഫിന് പകരം ചിക്കനാണ് കേട്ടോ. അപ്പോൾ ചിക്കനിലും ടേസ്റ്റാണ്. ബീഫാണ് ഒന്നും കൂടെ നമുക്ക് നമ്മൾ കണ്ടിട്ടുള്ളതും. അതേപോലെ തന്നെ ടേസ്റ്റും ബീഫാണ്. പക്ഷേ നമുക്ക് ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ കപ്പ ബിരിയാണി ഏകദേശമൊക്കെ റെഡിയായി ട്ടോ. നല്ല രീതിയിൽ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. നമ്മുടെ അടിപൊളി കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇല വെട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. 5 പേരുണ്ട് കഴിക്കാൻ. അപ്പോൾ നമുക്കിനി വിളമ്പാം ട്ടോ. അപ്പോൾ സംഭവമൊക്കെ അടിപൊളിയായിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കാം ട്ടോ. അപ്പോൾ ഉള്ളിയൊക്കെ മേലെ ഇട്ടപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറി ട്ടോ. അപ്പോൾ അച്ഛനവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കഴിക്കാനുള്ള പരിപാടിയാണ്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മടിക്കരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരും ബൈ.